ഹായ് ഹലോ അമ്ലു വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും ഫേസ് ചെയ്ത പ്രോബ്ലം ആണല്ലോ ഈ ബ്രെഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് മെച്ചം വരുന്നത്. അതുപോലെ തന്നെ ഡേറ്റ് കഴിയാറാകുമ്പോൾ നമുക്ക് കളയല്ല, വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ ഇനി ഇതുപോലെ ബ്രെഡ് വാങ്ങിയാൽ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നമുക്കൊരു അടിപൊളി റെസിപ്പി ഒന്ന് തയ്യാറാക്കാം. ഇവിടെ ഞാൻ ബാക്കി വന്നിട്ടുള്ള ബ്രെഡെല്ലാം കൂടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾക്കത് കട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട, മുഴുവൻ അതിന് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ആ ഒരു ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ നമുക്കിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് വരും കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി, ഒരുപാടങ്ങ് അരച്ച് കളയരുത്. ഒന്ന് ക്രഷ് ചെയ്താൽ തന്നെ ഇതേ കണ്ടോ, നല്ലൊരു പൗഡർ ഫോമിലായിട്ട് ഇതുപോലെ അങ്ങ് പൊടിഞ്ഞ് വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാലൊഴിക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരുപാട് കൂടിപ്പോയത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങ് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ആ ഒരു ചപ്പാത്തിയെ കുഴക്കുന്നില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പാടൊന്നുമില്ല കേട്ടോ, ചപ്പാത്തി കുഴക്കുന്നവർ അത്രയും പാടൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് സോഫ്റ്റായി കിട്ടിക്കോളും. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് ചെറിയ ചെറിയ ബൗൾസ് ആക്കി വെച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമ്മൾ ഉരുളകളാക്കിയിട്ട് ഒരുപാട് നേരം വെക്കാനായിട്ട് പാടില്ല. നമ്മൾ എണ്ണയിലിടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുത്താൽ മാത്രം മതിയായി. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബൗൾസൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ബൗൾസും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിവിടെ ഓരോ ബൗൾസും ഇതുപോലെ ഗോൾഡൻ കളറാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിൽ വേണ്ടിയുള്ള സിറപ്പ് ഉണ്ടാക്കാം. അതിലേക്കായിട്ട് ഞാൻ ഇവിടെ 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ പഞ്ചസാര മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓണാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരണം. ഇത് നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പിസ്തയാണ് വേണ്ടത് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങളതിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഡെക്കറേഷൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് നമുക്കിത് ഓരോന്നിട്ടും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു ഇടികല്ലിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ ഒരു സിറപ്പ് ചെറു ചൂടോടുകൂടി തന്നെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഓരോ ബൗൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പിസ്ത ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേറെ നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇനി നമുക്ക് ഗുലാബ് ജാം വാങ്ങിക്കാനായിട്ട് പുറത്തൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിലൊരു 5 മിനിറ്റ് ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഗുലാബ് ജാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്